മോഹൻ സാർ, ഇതിൽ ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ, അനധികൃത കുടിയേറ്റം, ഇപ്പോൾ ട്രംപ് എടുത്ത നടപടി നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, എസ്പെഷ്യലി മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് താങ്കൾ ശ്രദ്ധിച്ചു കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ട്രംപ് ആദ്യം പണി കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് തന്നെ എന്നുള്ള രീതിയിലാണ്, അല്ലേ? അങ്ങനെ ആ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് കൃത്യമായ രേഖകളൊന്നുമില്ല. ഇന്ത്യൻ സ്റ്റുഡൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന തീരുമാനം എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒബ്ജക്റ്റീവായ പരിഗണനകളൊന്നും തന്നെ ഇല്ല. ഇത് ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു വ്യാപകമായൊരു സംവിധാനമല്ലേ. അതിനകത്തെ സ്റ്റുഡൻറ്റ് വീസയിൽ എത്തുന്നവരുടെ കാര്യം മാത്രമാണെങ്കിൽ ഈ അമേരിക്കയ്ക്ക് നല്ല വരുമാനം ഉണ്ടാകുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുമ്പോൾ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ ഫീസ് കൊടുത്തു തന്നെയാണ് വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഒരു പരിധിവരെ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുന്നത് തന്നെ വിദേശ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഫീസും അങ്ങനെയൊക്കെ കൊണ്ടാണ്. അത് വേണ്ട എന്ന് വെക്കാൻ അമേരിക്കയ്ക്കാവില്ല. അതുമാത്രമല്ല, അമേരിക്ക അത് ഒരു പരിധിവരെ വെൽക്കം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അമേരിക്കൻ സിസ്റ്റത്തിന് തന്നെ, അമേരിക്കയിൽ തന്നെ പഠിക്കുന്ന ആളുകൾക്ക് അമേരിക്കയുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. പ്രത്യേക ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ അവർ പ്രൊഫഷണലി എക്വിപ്ഡ് ആകുമ്പോൾ അവിടെ തന്നെ അവർ അബ്സോർബ്ഡ് ആകുകയാണ്. അതൊരു നിയമവിധേയമായ പ്രക്രിയയിലൂടെ അവിടുത്തെ തന്നെ പൗരന്മാരാകുന്നതിനെ തീർച്ചയായും അമേരിക്ക എതിരല്ല, കാനഡ എതിരല്ല, ഓസ്ട്രേലിയ എതിരല്ല, ഇതൊന്നും എതിരല്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന തികച്ചും വ്യത്യസ്തമായൊരു വിഷയമാണ്. ഇപ്പോൾ വലിയ തോതിലാണ് അറബ് ഇസ്ലാമിക് ലോകത്തു നിന്ന് അമേരിക്കയിലേക്ക് വിദ്യാർത്ഥികൾ കുടിയേറുകയല്ല, പഠന ആവശ്യത്തിന് വേണ്ടി വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ അവരുടെ നാട്ടിലെ രാഷ്ട്രീയം അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് അമേരിക്കയുടെ ക്യാമ്പസുകളുടെ ഒരു ടെക്സ്ചറും നിറവും മാറുന്നു. ആ ഒരു കാര്യം ഗൗരവമായി പരിഗണിച്ചെങ്കിലേ പറ്റൂ എന്ന ഒരു ചിന്ത കുറേ കാലം കൊണ്ടുണ്ട്. അതുമാത്രമല്ല, വ്യാപകമായൊരു സ്വാതന്ത്ര്യം എന്നതാണല്ലോ അമേരിക്ക എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യദാഹികളുടെ നാട് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു ഫേമസ്, എനിക്ക് ഓർമ്മയില്ല, ഈ അബ്ബായുടെ ആണോ ബോണിയമ്മിൻ്റെ ആണോ എന്നറിയില്ല, വൺ വേ ടിക്കറ്റ് എന്നൊരു ഗാനം തന്നെയുണ്ട്. ഒരു ഫേമസ് പഴയകാല 70കളുടെ ഒരു പാട്ടാണ്. ഈ വൺ വേ ടിക്കറ്റാണ് അമേരിക്കയ്ക്ക്. ഒരു ഡയറക്ഷനിൽ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അമേരിക്കയിലേക്ക് എത്തുന്നു, പിന്നെ മുഴുവൻ അമേരിക്കയാണ്. പിന്നെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ അമേരിക്കയിൽ എത്തുകയാണ്. ആ വൺ വേ ടിക്കറ്റ് അല്ല ട്രംപ് വിഭാവനം ചെയ്യുന്ന നയം. വരുന്നവർ വെൽക്കം, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പോവുക. അല്ല എങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കെടുക്കാനുള്ളവർ മിടുക്കന്മാരായ ആളുകളെ അബ്സോർബ് ചെയ്തിരിക്കും. അതിലൊന്നും തെറ്റ് പറയാനില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അനധികൃതമായി കുടിയേറിയ ഏതാണ്ട് 18,000 പേരാണ് എന്നാണ് ഇപ്പോഴത്തെ ലിസ്റ്റ്. ആ ആളുകളെ തിരിച്ച് ഇന്ത്യക്ക് അബ്സോർബ് ചെയ്യേണ്ടി വരും. അത് മനസ്സോടെയൊന്നുമല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോ സമ്മതമോ ഇതൊക്കെ കണ്ടുവിട്ട് ചെത്തുന്ന ആളുകളാണ്. അവരെ തീർച്ചയായും ഒരു ഇഷ്യൂമില്ലാതെ വളരെ സുഗമമായി ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ഇന്ത്യ ഒരു രീതിയിലും എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതൊരു ശുഭോദർക്കമായ കാര്യവുമാണ്. അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിയമവും ഇപ്പോൾ നിലവിലില്ല. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾ പഠിക്കേണ്ട എന്ന വാക്കൊരിക്കലും ട്രംപ് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഇതൊരു ആശയക്കുഴപ്പമാണ്. പൊതുവേ ഈ കുടിയേറ്റ വിരുദ്ധത എന്ന ട്രംപിൻ്റെ നയം പലയാവർത്തി ട്രംപ് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അനധികൃത കുടിയേറ്റങ്ങൾ മാത്രം മെക്സിക്കോയിൽ നിന്നും അതിർത്തി കടന്ന് ടെക്സസിലേക്കും അവിടെ ഇവിടെയും ന്യൂ മെക്സിക്കോയിലേക്കും ഒക്കെ അതിർത്തി കടന്ന് എത്തുന്ന നുഴഞ്ഞുകയറ്റക്കാർ അവരൊരു പ്രത്യേക ഗണത്തിൽപ്പെടുന്നവരാണ്. അവരാണ് ഡ്രഗ് കാർട്ടലുകൾ, മാഫിയകൾ. അവർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഉള്ളവരല്ല. അവർ ചെറുകിട കച്ചവടങ്ങളും ലഹരി കള്ളക്കടത്തും അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവർ വലിയ തോതിലാണ് അമേരിക്കയുടെ ക്രമസമാധാന നില തകർക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന റൈക്കൻ റെയിലിയെ പോലെയുള്ളവരെ കൊല്ലുന്ന ഒരു ഘട്ടം വരെ എത്തിയപ്പോഴാണ് ആ ലെജിസ്ലേഷൻ ഉണ്ടായത്. അത് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യം മാത്രമാണ്. ആ അനധികൃത കുടിയേറ്റക്കാരെ കാലാകാലങ്ങളിൽ റെഗുലറൈസ് ചെയ്ത് അവർക്ക് ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് അമേരിക്കയുടെ ക്രിമിനൽ വൽക്കരണം ഉണ്ടാകുന്നത്. അത് അവസാനിപ്പിക്കും എന്ന പ്രതിജ്ഞയാണ് ട്രംപ് കൊടുത്തത്. അതിനുള്ള നടപടികളാണ് ചെയ്തിരിക്കുന്നത്. അതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടിയേറുന്നവരുമായി യാതൊരു ബന്ധവുമില്ല. അതുമാത്രമല്ല, ശ്രീ അനിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുന്ന് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച്, അല്ലെങ്കിൽ IITs and IIM അവിടെയൊക്കെ പഠിച്ച് നല്ല മിടുക്കരായി പഠിച്ച് നമ്മുടെ വിഭവങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നികുതിദായകൻ്റെ
പണം കൊണ്ട് പഠിച്ച് നല്ല ടെക്നോക്രാറ്റുകളായി ആകുന്നവർ അമേരിക്കയിലേക്ക് ചേക്കേറുകയാണ്, കുടിയേറുകയാണ്. ആർക്കാണ് നഷ്ടം? ഇന്ത്യക്കാണ് നഷ്ടം. അതിന് ബ്രെയിൻ ഡ്രെയിൻ എന്ന് തന്നെയാണ് പറയുക. അത് അമേരിക്കയ്ക്കത് ലാഭവും ഇന്ത്യക്കത് നഷ്ടവുമാണ്. അല്ലാതെ അവർ ഭാഗ്യാന്വേഷികൾ എന്ന ഗണത്തിൽപ്പെടുന്നവരല്ല. അവർക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും അവർ അബ്സോർബ്ഡ് ആകാനുള്ള സ്കില്ലുള്ള ആളുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന, പ്രത്യേകിച്ച് അടുത്ത സമയത്തൊക്കെ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായിട്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയ മഹാഭൂരിപക്ഷം പേരും പ്രൊഫഷണൽസാണ്, പ്രൊഫഷണലി സ്കിൽഡ് അല്ലെങ്കിൽ ടെക്നിക്കലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണലി എക്വിപ്ഡ് ആളുകൾ തന്നെയാണ്. അല്ലാതെ മാനുവൽ ലേബറേഴ്സ് എന്നൊരു ഗണം അമേരിക്കയിലേക്കല്ല പോകുന്നത്. ഗൾഫിലേക്കൊക്കെ ചില ആളുകൾ പോകുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്നതിൽ അത്യപൂർവമായി മാത്രമേ മാനുവൽ ലേബറേഴ്സ് ഉള്ളൂ. പിന്നെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റൂൾസ്, നമ്മുടെ വിദ്യാർത്ഥികൾ വീരന്മാരാണ്. നമ്മുടെ ആളുകൾ പൊതുവേ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ആളുകളാണ്. ഈ വിത്തിൻ കോട്ട്സാണ് ഞാൻ പറയുന്നത് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് വീസയിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ എത്തിപ്പെടുന്നവർക്ക് നിയമപരമായി 20 മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യാനുള്ള അനുവാദമുണ്ട്. അത് ലൈബ്രറി അസിസ്റ്റൻ്റ് എന്ന നിലയിലാകാം, റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന നിലയിലാകാം, അതിനകത്തുള്ള എന്തെങ്കിലും ക്യാമ്പസിനകത്തുള്ള ഏതെങ്കിലും കടയിൽ കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്ന ജോലിയാകാം. ചെറിയ ജോലികളാണ്. ക്യാമ്പസിന് വെളിയിൽ നിയമപരമായി അവർക്ക് ജോലി ചെയ്യാൻ അനുവാദമില്ല. പക്ഷേ മഹാഭൂരിപക്ഷം പേരും എക്സ്ട്രാ ക്യാഷിന് വേണ്ടി ചെയ്യുന്ന പണിയെന്ന് പറയുന്നത് ഈ 20 മണിക്കൂറിന് പുറത്ത് ജോലി കണ്ടെത്തും. അതിൽ തന്നെ പെൺകുട്ടികളുടെ അധിക ഭാഗവും ചെയ്യുന്നത് ബേബി കെയർ അല്ലെങ്കിൽ ഈ വയോജനങ്ങളെ സംരക്ഷിക്കുക, കൊച്ചുകുട്ടികളെ സംരക്ഷിക്കുക, ബേബി സിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ല തുകയാണ് അവർക്ക് വരുമാനമായി ലഭിക്കുക. ഇതൊന്നും വേണ്ടാന്ന് വെക്കില്ല നമ്മുടെ വിദ്യാർത്ഥികൾ. ഇത് അനധികൃതമായ കാര്യമാണ്. അതിന്മേൽ പിടിവീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജെനുവിൻ സ്കോളർഷിപ്പ് ലഭിച്ച് പോകുന്ന വിദ്യാർത്ഥികൾക്കും അല്ല എങ്കിൽ ഈ 20 മണിക്കൂർ വർക്ക് പെർമിറ്റ് അതുകൊണ്ട് മാത്രം സാറ്റിസ്ഫൈഡ് ആകുന്നവർക്കും മാത്രമേ ഇനിയിപ്പോൾ പോകാൻ പറ്റൂ. ആ രീതിയിൽ നോക്കുമ്പോൾ നിയമം കർശനമാക്കുകയും അങ്ങനെ നിയമം അതിലംഘിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ളവർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവരും ഇതേ കാര്യം തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം മേൽ മോണിറ്ററിങ് സംവിധാനം ഉണ്ടാകും എന്നത് മാത്രമാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് 4 വട്ടം ഇനി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആലോചിക്കും, എനിക്ക് വരുമാന മാർഗം ഉണ്ടാകുമോ, കണ്ണുമടച്ചങ്ങനെ പോകാനാവില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിനെ മറികടക്കാൻ മറ്റു മാർഗങ്ങളുണ്ടാകും. കാരണം അമേരിക്കയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് 25% ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. സ്റ്റാർട്ടപ്പുകൾ 25% ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളാണ്. അതുകൊണ്ട് ടെക്നോളജി, ഇന്ത്യ ഒരു ടെക്നോ ജയൻറ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് സ്കിൽഡ് പ്രൊഫഷണൽസിൻ്റെ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ രംഗത്ത് സൈബർ വേൾഡിൽ വലിയ ശക്തിയാണ് ഭാരതം. അതൊക്കെ വേണ്ട എന്ന് പറയാനാവില്ല അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ വ്യവസ്ഥ അത് മാത്രമല്ല, ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി വീട്ടിൽ പോയി വർക്ക് ഫ്രം പോരാ അവിടെ ഓഫീസിൽ വന്ന് ജോലി ചെയ്തേ പറ്റൂ, അല്ലെ ഇത്ര നിശ്ചിത നമ്പർ ഓഫ് അവേഴ്സ് ഓഫീസിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി കുറേയൊക്കെ ഇന്ത്യൻ തൊഴിൽ സീക്കേഴ്സിന് ഫ്ലെക്സിബിലിറ്റി കുറേയൊക്കെ കുറയും എന്നത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഇന്ത്യക്ക് ദോഷമാകുന്ന തീരുമാനമല്ല ഇതെന്ന് പ്രത്യേകമായി ഓർപ്പിക്കട്ടെ.